എ സിയുടെ ഉപയോഗം കൊണ്ട് മാത്രം കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ടോ? എ സി എന്തായാലും തീർച്ചയായിട്ടും കറണ്ട് കാശ് കൂടും. അതിൻ്റെ അകത്ത് ഉപയോഗം അനുസരിച്ചിട്ട് എ സി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ഒരു കസ്റ്റമർ ചെയ്യുന്നത്. നോൺ ഇൻവെർട്ടർ എ സി അവൈലബിൾ ആണ്, ഇൻവെർട്ടർ എ സി അവൈലബിൾ ആണ്. 1 മണിക്കൂർ നേരത്തേക്കോ 2 മണിക്കൂർ നേരത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും 5 സ്റ്റാർ എ സികൾ മേടിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണമെങ്കിൽ നോൺ ഇൻവെർട്ടർ എ സികൾ മേടിച്ചാൽ മതി. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇൻവെർട്ടർ എ സികൾ കൂടുതലും റിപ്പയറബിൾ ആണ്. നമുക്ക് വളരെ അടുത്തുള്ള ടെക്നീഷ്യൻസ് ആരെ വെച്ചിട്ടായാലും നമുക്ക് റിപ്പയർ ചെയ്യാം. ഈവൻ ദോ ആഫ്റ്റർ 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് റിപ്പയറബിൾ ആണ്. കുറച്ചും കൂടി ഇൻവെർട്ടർ എ സികൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിന്റെ ബോർഡ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 5 ഇയർ ഒരു ബോർഡ് വാറണ്ടി ഉണ്ട്. ആഫ്റ്റർ 5 ഇയേഴ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കമ്പനീനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു, കമ്പനീനെ വിളിക്കേണ്ടി വരുന്നു. അപ്പോൾ അവരുടെ ടെക്നീഷ്യൻസ് വന്ന് അവർ തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നോൺ ഇൻവെർട്ടറിന് അതില്ല. അപ്പോൾ കുറച്ച് നേരം മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നോൺ ഇൻവെർട്ടർ എ സികളോ അല്ലെങ്കിൽ കുറഞ്ഞ സ്റ്റാറുള്ള എ സികളോ മാത്രം മതി. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 hours ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും പെർ ഡേ യൂസേജ് ഉണ്ടെങ്കിൽ എപ്പോഴും 3 സ്റ്റാർ എടുത്താൽ മതി. ഒരിക്കലും അതും 5 സ്റ്റാറിലോട്ട് പോകണമെന്നില്ല. കാരണം അതിൻ്റെ ഒരു കറണ്ട് കൺസംഷൻ ആ ഒരു രീതിയിലാണ് വരുന്നുള്ളൂ. എപ്പോഴും ഒരു 8+ hours എന്തായാലും പെർ ഡേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് 5 സ്റ്റാർ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറണ്ട് ബെനിഫിറ്റ് അവിടെ കിട്ടും. അപ്പോൾ അവിടെ ഈ 10 hours ഒക്കെ യൂസ് ചെയ്യുന്ന ആവറേജ് യൂസ് ചെയ്യുന്ന ഒരു 5 സ്റ്റാർ 110 എ സി ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 യൂണിറ്റ് 2.25 യൂണിറ്റിലൊക്കെ കറണ്ട് കാശ് വരത്തുള്ളൂ. ഇത് തന്നെ 3 സ്റ്റാറിലോട്ട് മാറുമ്പോൾ ചിലപ്പോൾ ഒരു 3 യൂണിറ്റ്, അപ്പോൾ എപ്പോഴും ഒരു 1/2 യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു 0.75 യൂണിറ്റ്സിന്റെ ഒക്കെ സേവിങ്സ് 10 hour യൂസ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും തന്നെ കിട്ടും.